ഹലോ മക്കളെ, അപ്പൊ നമ്മള് ബിഹൈൻഡ് മൂവ്മെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചാപ്റ്ററിനകത്ത് നമ്മൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മൂവ്മെന്റ്സ് അല്ലെ, ആനിമൽസിന്റെ കേസില്, പ്ലാന്റ്സിന്റെ കേസില്, നമ്മൾ കാണാത്ത മൈക്രോ ഓർഗാനിസത്തിന്റെ കേസിൽ എങ്ങനെയാണ് മൂവ്മെന്റ്സ് പോസിബിൾ ആവുന്നതെന്നൊക്കെ നമ്മള് കണ്ടു കഴിഞ്ഞു. അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് ഹ്യൂമൻസിന്റെ കേസിൽ നമുക്ക് മസിൽസ് നമ്മുടെ മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നായിരുന്നു. സോ ഇനി മസിൽ ടിഷ്യൂ ഹ്യൂമൻ ബീയിങ്ങിന്റെ കേസിലുള്ള മസിൽ ടിഷ്യൂ അല്ലെ, നമ്മുടെ മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന മസിൽ ടിഷ്യൂസിനെ പറ്റിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ മസിൽ ടിഷ്യൂ. Muscles are specialized tissues which are responsible for the movements of the body. അല്ലെ, ആ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടിഷ്യൂ ആണ്, ബോഡി മൂവ്മെന്റ്സിന് ഹെൽപ്പ് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് ആണ് മസിൽ എന്ന് പറയുന്നത്. There are various types of muscles in the body. നമ്മുടെ ബോഡിയിൽ പല തരത്തിലുള്ള മസിൽസ് ഉണ്ട്. നിങ്ങൾ അങ്ങനെ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ, ഞാനിപ്പോ പറയുന്നതിന് മുമ്പ് വരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ബോഡിയിൽ പല തരത്തിലുള്ള മൂവ്മെന്റ്സ് ഉണ്ടെന്ന്? നമ്മുടെ കയ്യിലും കാലിലൊക്കെ നമുക്ക് മൂവ് ചെയ്യാൻ തരത്തിലുള്ള മസിൽസ് ആണോ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള മസിൽസ്? ഫോർ എക്സാമ്പിൾ, സ്റ്റൊമക്ക് ഒരു മസ്കുലാർ ഓർഗൻ ആണ്. നമ്മുടെ വയറ്റിലുള്ള ആമാശയം ഒരു മസ്കുലാർ ഓർഗൻ ആണ്. അതുപോലെ തന്നെ ഒരു മസ്കുലാർ ഓർഗൻ ആയിരുന്നു നമ്മുടെ ഹാർട്ട്, കാർഡിയാക് മസിൽസ് ആണ് അല്ലെ. അപ്പൊ കാർഡിയാക് മസിൽസ് വേറൊരു മസിലാണ്, നമ്മുടെ ഇവിടെയൊക്കെയുള്ള മസിൽസ് വേറൊരു ടൈപ്പ് മസിൽസ് ആണ്. അങ്ങനെ നമ്മുടെ ബോഡിയിലെ ഡിഫറെന്റ് പാർട്സില് ഡിഫറെന്റ് തരത്തിലുള്ള അല്ലെ, പല തരത്തിലുള്ള മസിൽസുകൾ ഉണ്ട്. ഓക്കെ, so the muscles are the specialized tissues which are responsible for the movements of the body. There are various types of muscles in the body. These are formed of muscle cells. നമ്മുടെ ബോഡിയിൽ പല തരത്തിലുള്ള മസിൽ ടിഷ്യൂസ് ഉണ്ട്. അത് മസിൽ സെൽസിൽ നിന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മസിൽ സെൽസ് കണ്ടെയ്ൻ, ഒരു മസിലിന്റെ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എല്ലാ സെല്ല് പോലെ തന്നെ അതിനകത്ത് എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ടാവും ആൻഡ് ഓൾമോസ്റ്റ് ഓൾ സെൽ ഓർഗനൽസ്. അപ്പം ഒരു മസിൽ സെല്ലിന്, നമ്മുടെ സാധാരണ കോശം പഠിക്കുന്നത് പോലെ തന്നെ മസിലിന്റെ സെല്ലിനും ഒരു ന്യൂക്ലിയസും ഉണ്ട്. അതുപോലെ തന്നെ എന്തുമുണ്ട്? സെൽ ഓർഗനൽസ്. ഒരുവിധം എല്ലാ സെൽ ഓർഗനൽസും എന്തിലുമുണ്ട്? മസിൽ ടിഷ്യൂല് അല്ലെങ്കിൽ മസിൽ സെല്ലില് ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ എന്താ മസിൽ ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, മസിൽസ് ആർ സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് ആണ് which are responsible for the movement of the body. ബോഡി മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് ആണ് മസിൽസ് എന്ന് പറയുന്നത്. പല തരത്തിലുള്ള മസിൽസ് നമ്മുടെ ബോഡിയിലുണ്ട്. ദീസ് ആർ ഫോംഡ് ഓഫ് മസിൽ സെൽസ്. മസിൽ സെൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. Muscle cells contain nucleus and almost all cell organelles. ന്യൂക്ലിയസും ഉണ്ട്, അതുപോലെ തന്നെ ഒരുവിധം എല്ലാപ്പെട്ട സെൽ ഓർഗനൽസും ഉണ്ട്. However, unlike other cells, they contain more microfilaments made of proteins such as actin and myosin. ഈ രണ്ടു പേരും ഇമ്പോർട്ടന്റ് ആണ്. രണ്ടുപേരുടെ പേര് നിങ്ങൾ മറക്കാൻ പാടില്ല. എന്താ പറഞ്ഞിട്ടുള്ളത്? ആക്റ്റിനും മയോസിനും. ഓക്കെ, ആക്റ്റിനും മയോസിനും. സോ ബാക്കിയുള്ള സെൽസിനെ പോലെ മസിൽ ന്യൂക്ലിയസ് ഉണ്ടെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ സെൽ ഓർഗനൽസും ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അത് കൂടാതെ നമ്മുടെ മസിൽ സെൽസിൽ എന്തുണ്ട്? ദേ കണ്ടെയ്ൻ മോർ മൈക്രോഫിലമെന്റ്സ് ഉണ്ട്. മൈക്രോഫിലമെന്റ്സ് ചേർന്നിട്ടാണ് മസിൽസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനകത്തുള്ള പ്രോട്ടീനുകളാണ് നമ്മുടെ മസിലിലുള്ള മൈക്രോഫിലമെന്റ്സിലെ പ്രോട്ടീനുകളാണ് ആക്റ്റിനും മയോസിനും. പേരുകൾ രണ്ടും പ്രധാനമാണ്, ആക്റ്റിനും മയോസിൻ. ആദ്യമായിട്ട് പഠിക്കുമ്പോൾ കുറച്ച് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും പേരുകള്. ആക്റ്റിനും മയോസിനും മസിൽ മൈക്രോഫിലമെന്റ്സിലുള്ള പ്രോട്ടീനുകളാണ്. ഓക്കെ, സോ ബൈ ദി ആക്ഷൻ ഓഫ് ദീസ് ഫിലമെന്റ്സ്, ഈ പറയുന്ന മൈക്രോഫിലമെന്റ്സിന്റെ ആക്ഷൻ കാരണം മസിൽസ് എന്ത് ചെയ്യുന്നുണ്ട്? മസിൽസ് കൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. This enables the body movements. നമ്മുടെ ബോഡിയുടെ മൂവ്മെന്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഇതാണ്. This enables the body movements.
സോ ഇതാണ് നമ്മുടെ മസിൽ പ്രോട്ടീൻ ഫിലമെന്റ്സ് ആയിട്ടുള്ളത്. കണ്ടോ, നിങ്ങൾക്ക് ഇതൊരു മസിൽ ആണെന്നുണ്ടെങ്കിൽ അല്ലെ, ബൈസെപ്സ്, 2 ഹെഡ് ഉള്ള ബൈസെപ്സ്. അപ്പം ഇത് മസിൽ ആണെന്നുണ്ടെങ്കിൽ ഇതിനെന്തുണ്ട്? ആക്റ്റിനും ഉണ്ട്, മയോസിനും ഉണ്ട്. ഓക്കെ, ആക്റ്റിനും ഉണ്ട്, മയോസിനും ഉണ്ട്. ഇങ്ങോട്ടേക്ക് ആകുമ്പം മസില് കൺട്രാക്ട് ചെയ്യുകയും മസില് റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നത് ആക്റ്റിനും മയോസിനും കാരണം. നിങ്ങൾ കണ്ടോ, ഇങ്ങനെ അടുത്തേക്ക് വരുന്നത് കണ്ടോ, മൂവ്മെന്റിന്റെ സമയത്ത് കണ്ടോ, ഈ ഫിലമെന്റ്സ് ഇങ്ങനെ അടുത്തേക്ക് വരുന്നത് കണ്ടോ. ഇവിടെ ആകുമ്പോ ഇത്രയും ഡിസ്റ്റൻസ് വരുന്നില്ലേ. അപ്പം ഇങ്ങനെ മസിൽ കൺട്രാക്ഷനും റിലാക്സേഷനും കാരണമാണ് നമുക്ക് ബോഡി മൂവ്മെന്റ്സ് പോസിബിൾ ആവുന്നത്. സോ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന മസിൽ പ്രോട്ടീൻ ആണ് ആക്റ്റിനും മയോസിനും. ക്ലിയർ അല്ലേ പറഞ്ഞത്? ആ പേരുകള് ജസ്റ്റ് എന്തായിട്ടും ഓർത്ത് വെക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മസിൽസ്. പല തരത്തിലുള്ള മസിലുകൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മസിൽസ്. ഞാൻ പറഞ്ഞു, നമ്മുടെ കയ്യിലും കാലിലൊന്നും ഉള്ള പോലത്തെ മസിൽ അല്ല നമ്മുടെ ഹാർട്ട് മസിൽസ്, അല്ലെങ്കിൽ കാർഡിയാക് മസിൽ എന്ന് പറയും. കാർഡിയാക് മസിൽസ് അതേപോലത്തെ അതൊരു മസ്കുലാർ ഓർഗൻ ആണ്. നമ്മുടെ സ്റ്റൊമക്ക് ഒരു മസ്കുലാർ ഓർഗൻ ആണ്. ഈ മസിൽസ് അല്ല, ഇവിടെയുള്ള മസിൽസ് പോലത്തെ മസിൽസ് അല്ല നമ്മുടെ സ്റ്റൊമക്കില് ഉള്ളത്. പലതരത്തിലുള്ള മസിൽസ് നമ്മുടെ ശരീരത്തില് ഉണ്ട്. മെയിൻ ആയിട്ട് 3 തരത്തിലുള്ള മസിൽസ് ആണുള്ളത്. ഇതാണ് സ്കെലിറ്റൽ മസിൽ അല്ലെ, സ്കെലിറ്റൻ സിസ്റ്റവുമായിട്ട് ചേർന്ന് കിടക്കുന്ന മസിലിനെയാണ് സ്കെലിറ്റൽ മസിൽസ്. കണ്ടോ, സ്കെലിറ്റൽ മസിൽസിന്റെ പ്രത്യേകത എന്താ നിങ്ങൾ നോക്കിയേ. ഇതിന്റെ ഷേപ്പ് എന്താ നിങ്ങൾ കാണുന്നത് അല്ലെ, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇത് മസിലിന്റെ ന്യൂക്ലിയസ് അല്ലെ, സെല്ലിന്റെ മുകളിൽ ന്യൂക്ലിയസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് കുറച്ച് സ്ട്രയേഷൻസ് ഇങ്ങനെ കാണാൻ പറ്റില്ല, വര പോലത്തെ ഒരു അപ്പിയറൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതാണ് സ്കെലിറ്റൽ മസിൽസ്. ഒരു സ്ട്രൈറ്റഡ് അപ്പിയറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, സ്ട്രൈറ്റഡ്. അതാണ് സ്കെലിറ്റൽ മസിൽസ്. കണ്ടോ നിങ്ങള്, ഇവിടെ നമ്മുടെ സ്കെലിറ്റൺ ആണ് അല്ലെ, അതായത് ഇവിടെ കൈമലുള്ള ഒരു എല്ല് അല്ലെ, കട്ടിയുള്ള ഒരു എല്ല്, ഇതിനെ ഹ്യൂമറസ് എന്ന് പറയും. ഈ എല്ലിനെ, ഇവിടുത്തെ എല്ലിനെയാണ് ഹ്യൂമറസ് എന്ന് പറയുന്നത്. അത് നീളമുള്ള ഒരു എല്ലാണ്. കണ്ടോ, നീളമുള്ള ഒരു ഹ്യൂമറസ് എല്ലുണ്ട്. ഇവിടെ 2 എല്ലുകളുണ്ട്. നമ്മുടെ എൽബോ കഴിഞ്ഞിട്ട് 2 എല്ലുകൾ വരുന്നുണ്ട്. റേഡിയസും അൾനയും 2 എല്ലുകൾ വരുന്നുണ്ട്. ആ റേഡിയസും അൾനയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് അല്ലെ, സ്കെലിറ്റനുമായിട്ട് കണക്ട് ചെയ്തിട്ട് കാണുന്ന മസിലാണ് സ്കെലിറ്റൽ മസിൽ. സ്കെലിറ്റൽ മസിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഏത് ഷേപ്പിലാണുള്ളത്. സിലിണ്ടറിക്കൽ ഷേപ്പിലാണുള്ളത്. അതുപോലെ തന്നെ ഇതെന്താണ്, സ്ട്രൈറ്റഡ് ആണ് അല്ലെ, ഇങ്ങനെ സ്ട്രയേഷൻസ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് സ്കെലിറ്റൽ മസിൽസ്. ഇനി നിങ്ങൾ രണ്ടാമതൊരു മസിൽ, ഇത് ഏതാടാ ഓർഗൻ, ഇത് ഏത് ഓർഗനാ നമുക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റുന്നത്? ഇതാണ് സ്റ്റൊമക്ക്. ഓക്കെ, സ്റ്റൊമക്ക്. ഈ സ്റ്റൊമക്കിന് സ്പിൻഡിൽ ഷേപ്ഡ് ആയിട്ടാണ്. ഇതിന്റെ മസിൽ ഫൈബർ കണ്ടോ, സ്റ്റൊമക്കിലുള്ളത് സ്റ്റൊമക്ക് ഒരു മസ്കുലാർ ഓർഗൻ ആണ് എന്ന് പറഞ്ഞാൽ മസിൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള അവയവമാണ്. പക്ഷെ ഇവിടെയുള്ള പോലെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് നമുക്ക് സ്റ്റൊമക്കിൽ കാണാൻ വേണ്ടി പറ്റൂല. ഇത് കുറച്ചും കൂടി എന്ത് ഷേപ്പാണ് മക്കളെ? ഇതൊരു സ്പിൻഡിൽ ഷേപ്പാണ് അല്ലെ, ഈ ഒരു ഷേപ്പ് അല്ലെ, ഈ ഒരു ഷേപ്പിലുള്ള ഒരു സ്പിൻഡിൽ ഷേപ്ഡ് മസിലാണ് നമുക്ക് സ്റ്റൊമക്കിൽ കാണാൻ പറ്റുക. ഇതിനും കണ്ടോ നിങ്ങൾ, മസിലിന് എന്തുണ്ട്, ന്യൂക്ലിയസ് ഒക്കെ വരച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് പോലെ ഇങ്ങനെ ഒരു വരഞ്ഞ അപ്പിയറൻസ് അല്ലെ, ഒരു സ്ട്രയാറ്റഡ് അപ്പിയറൻസ് നിങ്ങൾക്ക് വയറില്, അതായത് സ്മൂത്ത് മസിൽസ്, സ്റ്റൊമക് മസിൽസിലൊന്നും സ്മൂത്ത് മസിലാണത്, സ്മൂത്ത് മസിൽ. ഇത് സ്കെലിറ്റൽ മസിലാണ് ആൻഡ് ദിസ് ഇസ് സ്മൂത്ത് മസിൽസ്. ഈ സ്മൂത്ത് മസിൽസില് നിങ്ങൾക്ക് ഇങ്ങനെ സ്ട്രയാറ്റഡ് അപ്പിയറൻസ് ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല. ഇതെന്താണ്, സ്പിൻഡിൽ ഷേപ്ഡ് ആണ്. ഈ ഷേപ്പിന് എന്താ പറയാ, സ്പിൻഡിൽ ഷേപ്ഡ് ആണ്, സ്പിൻഡിൽ ഷേപ്ഡ് ആൻഡ് ഇറ്റ് ഈസ് നോൺ സ്ട്രയാറ്റഡ് അല്ലെ. ഇവിടെ കാണുന്ന പോലെ വരഞ്ഞ അപ്പിയറൻസ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മള് സ്കെലറ്റൽ മസിൽസ് പറഞ്ഞു ആൻഡ് സ്മൂത്ത് മസിൽസും പറഞ്ഞു. ഇനിയുള്ള മസിലാണ് ദാറ്റ് ഈസ് കാർഡിയാക് മസിൽ. കാർഡിയാക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൃദയത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ്. കാർഡിയോളജി എന്നൊക്കെ നിങ്ങൾ കേട്ടില്ലേ, കാർഡിയാക് അറസ്റ്റ് എന്ന് കേട്ടിട്ടില്ലേ, ഹൃദയ സംബന്ധമായത് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഹാർട്ട്, സംതിങ് റിലേറ്റഡ് ടു ഹാർട്ട്, അതാണ്
കാർഡിയാക് എന്ന് പറയുന്നത്. സോ കാർഡിയാക് മസിലില് നിങ്ങൾ നോക്കിക്കേ, കാർഡിയാക് മസിലിന്റെ ഷേപ്പ് എന്താ? ഹാർട്ടിലുള്ള മസില്, നമ്മുടെ കയ്യിലത്തെ മസിൽ പോലെയുള്ള ഒരു മസിലല്ല ഹാർട്ടിലുള്ളത്. എങ്ങനത്തെ മസിലാണുള്ളത്? ഇതും സിലിണ്ടറിക്കൽ ഷേപ്പ് തന്നെയാണ്, ഓൾമോസ്റ്റ് സിലിണ്ടറിക്കൽ അല്ലെ, ഒരു സിലിണ്ടറിന്റെ ഷേപ്പിലുള്ള മസിൽസ് ആണ്. പക്ഷേ ഒരു മസിലിൽ നിന്ന് നിങ്ങൾ നോക്കിക്കേ, ഇവിടുന്ന് ഒരു മസിൽ വന്ന് ഇതിവിടേക്ക് ഒരു ബ്രാഞ്ചിങ് കൊടുക്കുക ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടുന്ന് അടുത്തൊരു ബ്രാഞ്ചിങ് കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ ബ്രാഞ്ച്ഡ് ആയിട്ട് അല്ലെ. ഇവിടെ ഒരു ബ്രാഞ്ച് ആയിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു ബ്രാഞ്ചിങ് നമുക്ക് കാർഡിയാക് മസിലിൽ കാണാൻ പറ്റും. ഓൾസോ ഇതിന് എന്തുണ്ട്? ഇത് സ്ട്രയാറ്റഡ് മസിൽസ് ആണ്. ഓക്കെ, ഇങ്ങനെ സ്ട്രയേഷൻസും കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ അതാണ് കാർഡിയാക് മസിൽസ് എന്ന് പറയുന്നത്. കാർഡിയാക് മസിൽസ് സിലിണ്ടറിക്കൽ മസിൽസ് ആണ് ആൻഡ് ബ്രാഞ്ച്ഡ് ആണ്. ഓക്കെ, ഇത്രയും നിങ്ങൾ പഠിച്ചു. ഇതിന്റെ ഷേപ്പ് സിലിണ്ടറിക്കൽ ആണെന്നും പഠിച്ചു. അപ്പൊ 3 തരത്തിലുള്ള മസിൽസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു? സ്കെലിറ്റൽ മസിൽസ് ഉണ്ട്, സ്മൂത്ത് മസിൽസ് ഉണ്ട്, കാർഡിയാക് മസിൽസ് ഉണ്ട്. സ്കെലിറ്റൽ മസിൽസ്, സ്മൂത്ത് മസിൽസ്, കാർഡിയാക് മസിൽസ്, 3 തരത്തിലുള്ള മസിൽസ് നമ്മൾ കണ്ടു. ഇതിനകത്ത് ഈ സ്കെലിറ്റൽ മസിൽസിനെ നിങ്ങൾ നോക്കിക്കേ. നമുക്ക് എനിക്കൊന്ന് കൈ ഉയർത്തണം, ഞാൻ വിചാരിച്ചു ഉയർത്തി. എനിക്കൊന്ന് കാല് ഉയർത്തണം, ഞാൻ വിചാരിച്ചു ഉയർത്തി. ഇങ്ങനെ നമ്മള് വളണ്ടറിലി അല്ലെ, നമുക്ക് തോന്നുന്ന സമയത്ത്, നമ്മൾ വിചാരിക്കുന്ന സമയത്ത് വളണ്ടറി ആയിട്ട് വോളണ്ടറി മസിൽസ് ആണിത്. ഓക്കെ, ഇത് സ്കെലിറ്റൽ മസിൽസ് അല്ലെ, കൈയും കാലൊക്കെ നമ്മുടെ ഇഷ്ടപ്രകാരം ചലിപ്പിക്കാൻ വേണ്ടി പറ്റും. സോ ഓൾ ദീസ് ആർ വോളണ്ടറി മസിൽസ്. ഇനി ഞാൻ വിചാരിക്കുകയാണ് എനിക്കൊന്ന് സ്റ്റൊമക്കിനെ ഇളക്കണം, അല്ലെങ്കിൽ സ്റ്റൊമക്ക് ഒന്ന് കൺട്രാക്ട് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്റെ സ്റ്റൊമക്കിനെ ചലിപ്പിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല അല്ലെ. അത് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല അത് ഇതാക്കുന്നത്, അത് വേറെ ഒരു ഇൻഫ്ലുവൻസിലാണ് അല്ലെ. നമ്മൾ വിചാരിച്ചാൽ നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ദാറ്റ് ഈസ് ഇൻവോളണ്ടറി മസിൽസ്. ഇനി അതുപോലെ തന്നെ ഹൃദയം. ഞാൻ വിചാരിക്കുകയാണ് ഒരു 10 സെക്കൻഡ് ഞാനൊന്ന് ഹാർട്ട് ബീറ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുകയാണ്. എനിക്ക് അങ്ങനെ വിചാരിക്കാൻ വേണ്ടി പറ്റുമോ? എനിക്കങ്ങനെ വിചാരിക്കാൻ വേണ്ടി പറ്റില്ല. ഇനി വിചാരിച്ചാൽ തന്നെ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ബിക്കോസ് കാർഡിയാക് മസിൽസ് ആർ എന്താ മക്കളെ? ഇൻവോളണ്ടറി മസിൽസ്. അപ്പൊ നമ്മൾ 3 തരത്തിലുള്ള മസിൽസിനെ കണ്ടു. സ്കെലിറ്റൽ മസിൽസ്, സ്മൂത്ത് മസിൽസ്, കാർഡിയാക് മസിൽസ്. ഈ ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. സ്കെലിറ്റൽ മസിൽസ്, സ്മൂത്ത് മസിൽസ്, കാർഡിയാക് മസിൽസ്. സ്കെലിറ്റൽ മസിൽസ് സിലിണ്ടറിക്കൽ ഷേപ്പ്ഡ് ആണ്, സ്ട്രയാറ്റഡ് മസിൽസ് ആണ്, അൺബ്രാഞ്ച്ഡ് ആണ്. ഇവിടെ കാർഡിയാക് മസിൽസ് മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ ബ്രാഞ്ച്ഡ് ആയിട്ട് കാണുന്നത് അല്ലെ. ഇതൊക്കെ ഒറ്റൊന്നായിട്ടാണ് നിൽക്കുന്നത് അല്ലെ, ബ്രാഞ്ച് ചെയ്ത് പോകുന്നില്ല. സോ skeletal muscles are unbranched and also they are voluntary muscles. Okay, ഇത്രയും ക്ലിയർ ആയോ? സ്കെലിറ്റൽ മസിൽസിനെ പറ്റി. സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ്, സ്ട്രയാറ്റഡ് ആണ്, വോളണ്ടറി ആണ്, അൺബ്രാഞ്ച്ഡ് ആണ്. ഓക്കെ, ഇനി സ്മൂത്ത് മസിൽസിൽ നോക്കുമ്പോൾ സ്പിൻഡൽ ഷേപ്ഡ് ആണ്, നോൺ സ്ട്രയാറ്റഡ് ആണ്, ഇൻവോളണ്ടറി മസിൽസ് ആണ്, അൺബ്രാഞ്ച്ഡ് ആണ് അല്ലെ. ബ്രാഞ്ചിങ് ഒന്നുമില്ല, അൺബ്രാഞ്ച്ഡ് മസിൽസ് ആണ് സ്മൂത്ത് മസിൽസ്. ഓക്കെ, ഇനി 3ാമത്തെ ടൈപ്പ് മസിൽ ദാറ്റ് ഈസ് കാർഡിയാക് മസിൽ. കാർഡിയാക് മസിൽസ് വരുന്നത് ബ്രാഞ്ച്ഡ് ആണ്. ഓക്കെ, ബ്രാഞ്ച്ഡ് ആണ്. അതുപോലെ തന്നെ ഇതിന് സ്ട്രയാഷൻസ് ഉണ്ട്, സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ്. ഇത് ഇൻവോളണ്ടറി മസിൽസ് ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ മസിലിനെ ക്ലിയർ അല്ലേ? 3 മസിൽസ്, സ്കെലിറ്റൽ, സ്മൂത്ത്, കാർഡിയാക് മസിൽസ്. നമുക്ക് ഈ ടേബിൾ ഒന്ന് ഫിൽ ചെയ്യാൻ വേണ്ടി നോക്കിയാലോ. സോ മസിൽസ് അറ്റാച്ച്ഡ് ടു ദി ബോൺസ്. ബോണുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള മസിൽ, ആ മസിലിന്റെ പേരാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഞാൻ പറഞ്ഞതാ ഇവിടെ കയ്യില് വലിയ ബോണ്, ഹ്യൂമറസ്, റേഡിയസ്, അൾന, ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ബോണുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള മസിൽസിന് നമ്മൾ പറയുന്ന എന്തായിരുന്നു പേര്? യെസ്, ദാറ്റ് ഈസ് സ്കെലിറ്റൽ മസിൽസ്. Skeletal muscles. So the muscles attached to the bones are skeletal muscles. Next one ഏതാണ്? Muscles in the hollow internal organ.
നമ്മുടെ ഇന്റേണൽ ഓർഗൻ, ഹോളോ ഇന്റേണൽ ഓർഗനിലുള്ള മസിൽസിന് പറയുന്ന പേരാണ് സ്മൂത്ത് മസിൽ അല്ലെ. സ്മൂത്ത് ആയിട്ടുള്ള അല്ലെ, സ്ട്രയേഷൻസ് ഒന്നുമില്ല, സ്മൂത്ത് ആയിരിക്കും. സോ അതിനെയാണ് നമ്മൾ സ്മൂത്ത് മസിൽസ് എന്ന് പറയുന്നത് അല്ലെ. ഇനി നെക്സ്റ്റ് മസിൽസ് ഇൻ ദി വാൾസ് ഓഫ് ദി ഹാർട്ട്. ഹാർട്ട് വാൾസിലുള്ള മസിൽസിന്റെ പേരെന്തായിരുന്നു? നിങ്ങൾ ഓർത്തെടുത്തേ, ഏതായിരുന്നു? യെസ്, ഹാർട്ട് മസിൽസിന് പറയുന്ന പേരാണ് ദാറ്റ് ഈസ് കാർഡിയാക് മസിൽസ് അല്ലെ, കാർഡിയാക് മസിൽസ്. ഓക്കെ, അപ്പം ബോൺസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള സ്കെലറ്റൽ മസിൽസ്, ഇന്റേണൽ ഓർഗൻസിലുള്ള സ്മൂത്ത് മസിൽസ്, ഹാർട്ടിന്റെ വാൾസിലുള്ളത് ദാറ്റ് ഈസ് കാർഡിയാക് മസിൽസ്. ഇനി നെക്സ്റ്റ് ഷേപ്പ് ഓഫ് ദി സെൽസ്. ഓരോ സെല്ലിന്റെയും ഷേപ്പ് അല്ലെ നമ്മൾ കണ്ടു. ബോൺസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള സെൽസിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഏതായിരുന്നു? ദാറ്റ് ഈസ് സിലിണ്ട്രിക്കൽ അല്ലെ, സിലിണ്ട്രിക്കൽ. ഇനി ഹോളോ ഇന്റേണൽ ഓർഗൻസിലുള്ള സ്മൂത്ത് മസിൽസ് ദേ ആർ സ്പിൻഡൽ ഷേപ്ഡ്. Spindle shaped, and muscles in the walls of the heart, they are also cylindrical. Cylindrical. Okay. Any presence of striations, muscles attached to the bones, that is skeletal muscles, striated muscles ആയിരുന്നു നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി മസിൽസ് ഇൻ ദ ഹോളോ ഇന്റേണൽ ഓർഗൻസ് നോൺ സ്ട്രയേറ്റഡ് ആയിരുന്നു. കാർഡിയാക് മസിൽസ് ഓൾസോ എന്തായിരുന്നു? സ്ട്രയേറ്റഡ് മസിൽസ് ആയിരുന്നു. എന്തായിരുന്നു സ്ട്രയേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിങ്ങൾ നോക്കിക്കേ, കാർഡിയാക് മസിൽസിൽ ഇങ്ങനെ സ്ട്രയേഷൻസ് കാണാൻ പറ്റുന്നുണ്ട്, അതുപോലെ തന്നെ സ്കെലറ്റൽ മസിൽസിൽ ഇങ്ങനെ സ്ട്രയേഷൻസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷെ സ്മൂത്ത് മസിൽസിന്റെ കേസിൽ അങ്ങനെ ഒരു സ്ട്രയേഷൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. നെക്സ്റ്റ് ബ്രാഞ്ചസ്. ഏതാണ്? നമ്മുടെ സ്കെലറ്റൽ മസിൽസ് അൺബ്രാഞ്ച്ഡ് ആയിരുന്നു അല്ലെ, അൺബ്രാഞ്ച്ഡ്. അൺബ്രാഞ്ച്ഡ് ആയിരുന്നു. ആൻഡ് മസിൽസ് ഇൻ ദ ഹോളോ ഇന്റേണൽ ഓർഗൻസിലുള്ള മസിൽസും അൺബ്രാഞ്ച്ഡ് ആയിരുന്നു. പക്ഷേ കാർഡിയാക് മസിൽസ് അല്ലെ, ഹാർട്ട് മസിൽസ് നമ്മൾ ഇവിടെ കണ്ടു അല്ലെ, ഒരു ബ്രാഞ്ച് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് വേറൊരു ബ്രാഞ്ച് അല്ലെ, ഇവിടെ വേറൊരു സാധനമായിട്ട് വരിക, ഇങ്ങനെ ബ്രാഞ്ച് ചെയ്ത് പോയേക്കാണ്. സോ ദേ ആർ ബ്രാഞ്ച്ഡ്. സോ അൺബ്രാഞ്ച്ഡ്, ബ്രാഞ്ച്ഡ്. ഇനി കൺട്രോൾ ഓഫ് ദ മസിൽസ് അക്കോർഡിംഗ് ടു വൺസ് വിൽ. നമ്മൾ ഇഷ്ടപ്രകാരം നമുക്ക് ചലിപ്പിക്കാൻ പറ്റുന്ന ദാറ്റ് ഈസ് വോളണ്ടറി ആയിട്ടുള്ളത് ഏതാണ്? സ്കെലറ്റൽ മസിൽ ആണ് അല്ലെ, വോളണ്ടറി മസിൽസ്. ഇത് ഇൻവോളണ്ടറി ആണ്. നമ്മൾ ഇഷ്ടപ്രകാരം നമുക്ക് ചലിപ്പിക്കാൻ വേണ്ടി പറ്റില്ല, ദാറ്റ് ഈസ് ഇൻവോളണ്ടറി. സോ ഇത്രയുമാണ് നമുക്ക് മസിൽസിനെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്. സോ സ്കെലറ്റൽ മസിൽസ്, സ്മൂത്ത് മസിൽസ്, കാർഡിയാക് മസിൽസ് ഉണ്ടായിരുന്നു. സ്കെലറ്റൽ മസിൽസും കാർഡിയാക് മസിൽസും സിലിണ്ട്രിക്കൽ ആണ്. സ്മൂത്ത് മസിൽസ് സ്പിൻഡിൽ ഷേപ്ഡ് ആണ്. സ്കെലറ്റൽ മസിൽസും കാർഡിയാക് മസിൽസും സ്ട്രയാറ്റഡ് ആണ്. സ്മൂത്ത് മസിൽസ് നോൺ സ്ട്രയാറ്റഡ് ആണ്. സ്കെലറ്റൽ മസിൽസ് അൺബ്രാഞ്ച്ഡ് ആയിരുന്നു. സ്മൂത്ത് മസിൽസും അൺബ്രാഞ്ച്ഡ് ആയിരുന്നു. കാർഡിയാക് മസിൽസ് ബ്രാഞ്ച്ഡ് ആയിരുന്നു. ആൻഡ് വോളണ്ടറി മസിൽസ് ആയിട്ടുള്ളത് സ്കെലറ്റൽ മസിൽസ് മാത്രമായിരുന്നു. ബാക്കി രണ്ടും ഇൻവോളണ്ടറി മസിൽസ് ആണ്. സോ ഇത്രയാണ് നമുക്ക് മസിൽസിന്റെ പറ്റി പഠിക്കാൻ ഉള്ളത്. സിമ്പിൾ ആണ്, പക്ഷെ നിങ്ങൾ നീറ്റ് ആയിട്ട് പഠിക്കണം. സോ വാട്ട് ആർ വോളണ്ടറി ആൻഡ് ഇൻവോളണ്ടറി മസിൽസ്? വോളണ്ടറി ആൻഡ് ഇൻവോളണ്ടറി മസിൽസ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ സം മസിൽസ് ഇൻ അവർ ബോഡി ദാറ്റ് ക്യാൻ ബി കൺട്രോൾഡ് and some others cannot be controlled according to our will. ഞാൻ പറഞ്ഞു അല്ലെ, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലെ, കൈ എനിക്ക് മൂവ് ചെയ്യണം എന്ന് തോന്നി കഴിഞ്ഞാൽ അത് വോളണ്ടറി ആണ്.
പക്ഷെ ഹാർട്ട് മസിൽസ് അല്ലെങ്കിൽ സ്റ്റൊമക് മസിൽസ് എനിക്കൊന്ന് മൂവ് ചെയ്യണം എന്ന് എനിക്ക് വിചാരിച്ചാൽ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. വൺസ് ഓൺ വില്ലിന് അക്കോർഡിംഗ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വോളണ്ടറി ആണ്, പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഇൻവോളണ്ടറി ആണ്. And which all parts of the body are each one of these found? അപ്പം എവിടെയാണ് നമ്മുടെ ശരീരത്തിൽ വോളണ്ടറി മസിൽസ് ഉള്ളത്, എവിടെയാണ് നമ്മുടെ ശരീരത്തിൽ ഇൻവോളണ്ടറി മസിൽസ് ഉള്ളത്? വോളണ്ടറി മസിൽസ് ഉള്ളത് മസിൽസ് ഇൻ ഹാൻഡ് ഉണ്ട്, മസിൽസ് ഇൻ ലെഗ്സ് ഉണ്ട് അല്ലെ. കാല് നമുക്ക് ഉയർത്തണം എന്നുണ്ടെങ്കിൽ ഉയർത്താൻ പറ്റും. മുഖം എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ലേ? മസിൽസിന്റെ ഹെൽപ്പ് ഇല്ലേ? സോ മസിൽസ് ഇൻ ഫേസ് എന്താണ്? വോളണ്ടറി ആണ് അല്ലെ. നെറ്റി എനിക്കൊക്കെ ഉയർത്താനും കണ്ണൊക്കെ അടയ്ക്കാനും തുറക്കാനൊക്കെ പറ്റുന്നുണ്ട്. സോ മസിൽസ് ഇൻ ഫേസ് ഒക്കെ എന്താണ്? വോളണ്ടറി മസിൽസ് ആണ്. ഇൻവോളണ്ടറി മസിൽസ് നോക്കിയേ, ഈസോഫാഗസിലുള്ള മസിൽസ് അല്ലെ. മസിൽസ് എനിക്ക് വിചാരിക്കുമ്പോൾ ഈസോഫാഗസിലെ മസിൽസിനെ ഒന്ന് പൊക്കാനോ ഉയർത്താനോ താത്താനോ പൊക്കാനോ കൺട്രാക്ട് ചെയ്യാനോ റിലാക്സ് ചെയ്യാനോ ഒന്നും പറ്റില്ല അല്ലെ. അത് ഫുഡ് പാസ് ചെയ്യുമ്പം അല്ലെ, അത് വേറൊരു ഇൻവോളണ്ടറി ആക്ഷൻ ആണ് ഈസോഫാഗസിൽ നടക്കുന്നത്. അതുപോലെ തന്നെ മസിൽസ് ഇൻ സ്റ്റൊമക് മസിൽസ് ഞാൻ എന്നോട് ചോദിച്ചിട്ടാണോ ഫുഡ് ദഹിപ്പിക്കുന്നത്, അല്ല എന്നോട് ചോദിച്ചിട്ടാണോ സ്റ്റൊമക് മസിൽസ് വേറെ എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്നത്, അല്ലെങ്കിൽ എന്റെ ഇഷ്ടപ്രകാരമാണോ ചെയ്യുന്നത്? അല്ല. സോ മസിൽസ് ഇൻ സ്റ്റൊമക്സ് ആർ ഇൻവോളണ്ടറി മസിൽസ്. കാർഡിയാക് മസിൽസ് എന്താണ്? അതിനോട് ചോദിച്ചിട്ടല്ല ഹൃദയം മിടിക്കുന്നത്, എന്റെ ഇഷ്ടത്തിനല്ല ഹൃദയം മിടിക്കുന്നത്. സോ കാർഡിയാക് മസിൽസ് ആർ ഇൻവോളണ്ടറി മസിൽസ്. അപ്പൊ വോളണ്ടറി മസിൽസിൽ ഹാൻഡ്സിലെയും ലെഗ്സിലെയും ഫേസിലെയൊക്കെ മസിൽസ് അല്ലെ, സ്കെലറ്റൽ മസിൽസ് ആ കൂടുതലും വരിക. ആൻഡ് ഇൻവോളണ്ടറിനകത്ത് സ്മൂത്ത് മസിൽസും വരും, കാർഡിയാക് മസിൽസും വരും. ഓക്കെ, you know that folding and stretching of hand is voluntary action. അല്ലെ, നമ്മള് കൈ മടക്കുന്നു, ഫ്ലക്ഷൻ, കൈ നിവർത്തുന്നു, എക്സ്റ്റൻഷൻ, ഫോൾഡിങ്ങും സ്ട്രെച്ചിങ്ങും എന്താണ്? നമ്മുടെ വോളണ്ടറി ആക്ഷൻ ആണ്. ഹൗ ഡസ് ദിസ് മൂവ്മെന്റ് ടേക്ക് പ്ലേസ്? എങ്ങനെയാണ് ഈ ഒരു മൂവ്മെന്റ് അല്ലെ, മടക്കി നിവർത്തൽ എന്ന് പറയുന്ന മൂവ്മെന്റ് പോസിബിൾ ആവുന്നത്? രണ്ട് മസിൽസ് ആണ് ആർ മെയിൻലി ഇൻവോൾവ് ഇൻ ദിസ് പ്രോസസ്. നമ്മള് കൈ ഇങ്ങനെ മടക്കുന്നതിന് നമ്മൾ ഫ്ലക്ഷൻ എന്നാ പറയാ. ഫ്ലക്ഷൻ ഓഫ് ഈ ജോയിന്റ് നമ്മൾ എൽബോ ജോയിന്റ് എന്ന് പറയാം. ഈ കൈ ഇങ്ങനെ മടക്കുന്നതിന് നമ്മൾ ഫ്ലക്ഷൻ ഓഫ് എൽബോ ജോയിന്റ് എന്ന് പറയും. കൈ ഇങ്ങനെ നിവർത്തുന്നതിന് എക്സ്റ്റൻഷൻ ഓഫ് എൽബോ ജോയിന്റ് എന്ന് പറയും. അപ്പൊ നമുക്ക് ഫ്ലെക്സർ മസിൽസും ഉണ്ട്, എക്സ്റ്റൻസർ മസിൽസും ഉണ്ട്. ഫ്ലെക്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ മടക്കാനും നിവർത്താനും സഹായിക്കുന്ന മസിൽസ് ഉണ്ട്. സോ രണ്ട് മസിൽസ്, ഫ്ലെക്സർ മസിൽസും എക്സ്റ്റൻസർ മസിൽസും ഉണ്ട്. ഈ രണ്ട് മസിൽസ് ആണ് നമ്മളുടെ ഹാൻഡ്സിന്റെ വോളണ്ടറി ആക്ഷൻ അല്ലെ, നമ്മൾ ഇഷ്ടപ്രകാരം ചെയ്യുന്ന അല്ലെ, നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുന്ന ആക്ഷൻ, നമ്മുടെ ഇഷ്ടത്തിന് പ്രകാരം ചെയ്യുന്ന മൂവ്മെന്റ്, അതാണ് വോളണ്ടറി മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. സോ ഹാൻഡ്സിന്റെ വോളണ്ടറി ആക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത് ഇതാണ് രണ്ട് മസിൽസ്, ഫ്ലെക്സറും എക്സ്റ്റൻസറും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അല്ലെ, ഫ്ലെക്സർ മസിൽസും ഉണ്ട് അല്ലെ, ഇവിടെ എക്സ്റ്റൻസർ മസിൽസും ഉണ്ട്, ഫ്ലെക്സർ മസിൽസും ഉണ്ട്. സോ ഇത് ബോണാണ്, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന നീണ്ട ബോൺ അല്ലെ, നമ്മുടെ ഈ കൈയിന്റെ ഇവിടെയുള്ള നീണ്ട ബോണാണ്. ദാറ്റ് ഈസ് ഹ്യൂമറസ് എന്ന് പറയുന്ന ബോണാണ് ഈ ബോണ്. ഇതിന്റെ അറ്റത്ത് ഇവിടെ ഒരു ഉണ്ട ഉണ്ട് അല്ലെ, ഇവിടെയും ഉണ്ട്, ഒരു ഉരുണ്ടിട്ടാണ് അല്ലെ. അപ്പം ഇവിടെ ഇങ്ങനെയുണ്ട്, ഇവിടുന്ന് വേറെ രണ്ട് ബോണുകൾ പോകും. സോ ഇതൊക്കെ എന്താണ്? ബോണുകളാണ്. ഇവിടെ എക്സ്റ്റൻസർ മസിൽ ഉണ്ട്, ഫ്ലെക്സർ മസിൽ ഉണ്ട്, പിന്നെ ടെൻഡൻ ഉണ്ട്. മസിൽ ടെൻഡൻ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഇത്രയും സാധനങ്ങളെ ഹെൽപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൈ മടക്കാനും നിവർത്താനും ഫ്ലക്ഷനും എക്സ്റ്റൻഷനും സഹായിക്കുന്നത് ഫ്ലെക്സറും എക്സ്റ്റൻസറുമാണ് അല്ലെ. നമുക്ക് അല്ലെങ്കിൽ കൈ ഇങ്ങനെയാക്കാനും ഇങ്ങനെയാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഫ്ലെക്സറും എക്സ്റ്റൻസറും മസിൽസ്, രണ്ട് തരത്തിലുള്ള മസിൽസ്. ഈ ഫ്ലെക്സർ ആസ്പെക്റ്റിൽ കുറെ മസിൽസ് വരുന്നുണ്ട്, എക്സ്റ്റൻസർ ആസ്പെക്റ്റിൽ കുറെ മസിൽസ് വരുന്നുണ്ട്. മസിൽസിന്റെ പേരൊന്നും പഠിക്കേണ്ട, ഈ പേര് മാത്രം പഠിച്ചാൽ മതി, ഫ്ലെക്സർ മസിൽസ് ആൻഡ് എക്സ്റ്റൻസർ മസിൽ. ഓക്കെ, the part that connects muscles to the bone, അതാണ് ടെൻഡോൺ. ഈ മസിലിനെ ബോൺ അല്ലെ, ഇവിടെ ഒരു ബോൺ നമ്മൾ കണ്ടു, ഈ ബോണുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് എന്തോ ടെൻഡോൺ എന്ന് പറയുന്നത്. ടെൻഡോൺ. മസിൽസ് ഇൻവോൾവ് ഇൻ ദ മൂവ്മെന്റ് ഓഫ് ഹാൻഡ്സ്, ഏതാണ് മസിൽസ് ഇൻവോൾവ് ഇൻ ദ മൂവ്മെന്റ് ഓഫ് ഹാൻഡ്സ്? ഫ്ലെക്സർ മസിൽസും ഉണ്ട്,
എക്സ്റ്റൻസർ മസിൽസും ഉണ്ട്. ഫ്ലെക്സർ മസിൽസും ഉണ്ട്, എക്സ്റ്റൻസർ മസിൽസും ഉണ്ട്. And the importance of connecting the two tips of the muscles to two bones. അപ്പം മസിൽസ് ബോണുമായിട്ട് ബോണുമായിട്ട് കണക്ട് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താ, അല്ലെങ്കിൽ ടെൻഡോൺസിന്റെ ഇമ്പോർട്ടൻസ് അതിങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, മസിൽ ഒരു ബോണുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ ഒരു, അതായത് ഇവിടെ ഒരു ബോൺ ഉണ്ട്, ഈ ബോണുമായിട്ട് ഇവിടെയുള്ള മസിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചേക്കുക, ഇങ്ങനെ അറ്റത്തറ്റത്ത് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചേക്കുക. നമ്മൾ ചിക്കൻ കാലൊക്കെ അടിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഈ ഇറച്ചി ഈ മസില് എന്ത് ചെയ്ത് അറ്റത്തേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ്, ഇല്ലാന്നുണ്ടെങ്കിൽ ലൂസായി പോകും ലൂസായി കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റിയോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരു സ്ട്രെങ്തോ ബലമോ ഒന്നും കിട്ടില്ല ചുമ്മാ ഇങ്ങനെ കുറെ കടന്നു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാലൊക്കെ അത് ഭയങ്കര പ്രശ്നങ്ങള് ഉണ്ടാക്കും. അപ്പം ഈ മസിൽസ് ബോണുമായിട്ട് കണക്ട് ചെയ്ത് വെക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, change that should occur to the two muscles in order to fold the hands. രണ്ട് മസിൽസിന് മസിൽ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഫ്ലെക്സർ മസിൽസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, രണ്ട് മസിൽസ് ഫ്ലെക്സറും എക്സ്റ്റൻസറും എന്ത് ചെയ്യണം, ഒരു ഭാഗം കൺട്രാക്ട് ചെയ്യണം, ഈ ഭാഗം കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗം റിലാക്സ് ചെയ്യണം ഇനി അതുപോലെ തന്നെ change that should occur to the two muscles in order to stretch the hands. Hands stretch ചെയ്യാൻ വേണ്ടിയിട്ട് ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഒരു ഭാഗം എന്ത് ചെയ്യണം, റിലാക്സ് ചെയ്യണം, ആ സമയത്ത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗം എന്ത് ചെയ്യണം, കൺട്രാക്ട് ചെയ്യണം. അങ്ങനെ ഓപ്പോസിറ്റ് ആക്ഷൻ ആണ് എന്തിനു വരുന്നത്, ഫ്ലെക്സറിനും എക്സ്റ്റൻസറിനും വരുന്നുള്ളത് ഫ്ലെക്സ് ചെയ്യാനും എക്സ്റ്റെൻഡ് ചെയ്യാനും ഫ്ലെക്സർ മസിൽസും എക്സ്റ്റൻസർ മസിൽസിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് അണ്ടഗോണിസ്റ്റിക് ആക്ഷൻസ് എന്നാ പറയാ. ഓപ്പോസിറ്റ് ആക്ഷൻ പറയുന്ന പേരെന്താണ്, antagonistic actions. The antagonistic actions of the two muscles makes the folding and stretching of hands possible. അപ്പം ഒരാള് സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഫ്ലെക്സറും അപ്പുറത്തെ നേരം എക്സ്റ്റൻസർ എന്താവും, വേറെ ആക്ഷൻ ചെയ്യണം ഒരാൾ റിലാക്സ് ചെയ്യുമ്പോൾ ഒരാൾ കൺട്രാക്ട് ചെയ്യണം, ഒരാൾ കൺട്രാക്ട് ചെയ്യുമ്പോൾ ഒരാൾ റിലാക്സ് ചെയ്യണം. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ ഹാൻഡ് സ്ട്രെച്ചിങ്ങും എക്സ്റ്റൻഷനും ഒക്കെ എന്ത് ചെയ്യുന്നത്, പോസിബിൾ ആവുന്നത്. Most of the movements in the body are made possible with such actions of the muscles. നമ്മുടെ മസിൽസിന്റെ ആക്ഷൻ കൊണ്ടാണ് നമുക്ക് പല പല മൂവ്മെന്റ്സും എന്താവുന്നത്, പോസിബിൾ ആവുന്നത്. ഓക്കെ, സോ അത്രയാണ് നമ്മള് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിപ്പോ പഠിച്ചിട്ടുള്ളത്. നമ്മൾ രണ്ട് മസിൽസിനെ പറ്റി പറഞ്ഞു, ഏതാണ്, ഫ്ലെക്സറും എക്സ്റ്റൻസർ മസിൽസും പിന്നെ ടെൻഡോൺ എന്ന് പറയുന്നത് മസിൽ ബോണുമായിട്ട് കണക്ട് ചെയ്യുന്ന അതിനെയാണ് ടെൻഡോൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലിഗമെന്റും ഉണ്ട്, ലിഗമെന്റ് വേറെ. സോ ടെൻഡോൺ എന്ന് പറയുന്നത്, സോ ഫ്ലെക്സർ മസിൽസും എക്സ്റ്റൻസർ മസിൽസിനും എന്താണ്, അണ്ടഗോണിസ്റ്റിക് ആക്ഷൻ ആണുള്ളതെന്ന് നമ്മൾ പറഞ്ഞു ഒന്ന് സ്ട്രെച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് കൺട്രാക്ട് ചെയ്യുമ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് മൂവ്മെന്റ് പോസിബിൾ ആവുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മസിൽ ഫാറ്റീഗിനെ പറ്റിയിട്ടാണ്. മസിൽ ഫാറ്റീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ while engaging in physical activities muscles need to function continuously. നമ്മൾ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മസിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം, മസിൽസ് നീഡ് ടു ഫങ്ഷൻ കണ്ടിന്യൂസ്ലി. മസിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫങ്ഷൻ ചെയ്യേണ്ടതുണ്ട്. ദിസ് റിക്വയർസ് എ ലോട്ട് ഓഫ് എനർജി. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി എന്ത് വേണം, എനർജി വേണം. ATP is formed in muscles in the presence of oxygen due to cellular respiration. അപ്പം ആ എനർജിക്ക് വേണ്ടിയിട്ട് നമ്മുടെ മസിൽസ് എന്തുണ്ട്, ATP ഫോം ചെയ്യുന്നുണ്ട്, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. Adenosine triphosphate ATP is formed in muscles in the presence of oxygen. അങ്ങനെ ATP ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എവിടുന്ന ഓക്സിജൻ കിട്ടുന്നത്, നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുക അല്ലെ, നമ്മൾ ഉള്ളിലേക്ക് ഇൻസ്പയർ ചെയ്ത് ഓക്സിജൻ എടുക്കും അല്ലെ. ഈ ഓക്സിജൻ ആണ് എന്ത് ചെയ്യുന്നത്, ATP ഈ ഓക്സിജൻ ഉപയോഗിച്ചിട്ട് ഓരോ സെല്ലിലും സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്ന സമയത്താണ്
എന്ത് ഫോർമേഷൻ നടക്കുന്നത്? നമുക്ക് വേണ്ട എനർജി ഇസ് ഫോംഡ് ഇൻ ദ ഫോം ഓഫ് ATP. നമുക്ക് വേണ്ട എനർജി അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ATP എന്ന് പറയുന്ന ഫോർമാറ്റിൽ സൂക്ഷിച്ചു വെക്കുന്നത്. മസിൽസ് ഫങ്ഷൻസ് റിസീവിങ് എനർജി ഫ്രം ATP മോളിക്യൂൾസ്. അപ്പൊ നമ്മുടെ മസിൽസിന് നമ്മൾ പറഞ്ഞു പ്ലാന്റ്സിനേക്കാളും കൂടുതൽ എനർജി വേണ്ടത് ആനിമൽസിനാണ് അല്ലെ. മൂവ്മെന്റ്സ് കൂടുതലാണ്, ലോക്കോമോഷൻ അല്ലെ, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവുക. ഇതെല്ലാം എനർജി ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ ATP വേണമെന്ന് പറഞ്ഞു. അപ്പം ആനിമൽസിന് വേണ്ട ATP കിട്ടുന്നത് ആനിമൽസിന്റെ സെല്ലുലാർ റെസ്പിറേഷനിൽ നിന്നാണ് അല്ലെ. സെല്ലുലാർ റെസ്പിറേഷൻ. അങ്ങനെ ATP മോളിക്യൂൾസിന്റെ നിന്നാണ് വേണ്ട എനർജി കിട്ടുന്നത്. When skeletal muscles have to function continuously, നമ്മൾ ഈ ഡ്യൂറിങ് എക്സസൈസ് അല്ലെ, നമ്മൾ നിർത്താതെ സ്ഥിരമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്, നിർത്താതെ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് സ്കെലറ്റൽ മസിൽസിൽ എന്തുണ്ടാവില്ല, സ്കെലറ്റൽ മസിൽസിന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെ, നമ്മൾ എന്തെങ്കിലും ജോഗിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ മസിൽസിന് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് if required oxygen is not available, അപ്പം വേണ്ടുന്ന നമുക്ക് ആവശ്യമുള്ള ഓക്സിജൻ അത്രയും അവൈലബിൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മസിൽസ് എന്താവുക, മസിൽസ് ബിക്കം വീക്ക്. മസിൽസ് വീക്ക് ആവും. Muscles become weak and they may temporarily lose the capacity to contract. മസില് വീക്കായിട്ട് അവർക്ക് മസിൽസിനെ കൺട്രാക്ട് ചെയ്യാനുള്ളൊരു എബിലിറ്റി, മസിൽസിന് ടെമ്പററി ആയിട്ട് കൺട്രാക്ട് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നഷ്ടപ്പെടും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, മസിൽ ഫാറ്റീഗ് എന്ന് പറയാം. മസിൽ ഫാറ്റീഗ് മലയാളത്തിൽ പേശിക്രമം എന്ന് പറയും. മസിൽ ഫാറ്റീഗ് എന്ന് പറയും. എന്താ മസിൽ ഫാറ്റീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സ്കെലറ്റൽ മസിൽസിനെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് പോലെ കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ റിക്വയർഡ് ഓക്സിജൻ ഇസ് നോട്ട് അവൈലബിൾ ഇൻ ദ മസിൽസ്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിപ്പിക്കണമെങ്കിൽ എന്ത് വേണം, സെല്ലുലാർ റെസ്പിറേഷൻ നടന്നിട്ട് ATP കിട്ടണം. അപ്പം അത്രയും ഓക്സിജൻ അവൈലബിൾ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ദേ മേ ടെമ്പററി ലോസ്, പെർമനന്റ് ലോസ് അല്ല കേട്ടോ. പിന്നെ നമുക്ക് മസിൽ മൂവ് ചെയ്യാനേ പറ്റില്ല എന്നല്ല പറയുന്നത്, ഒരു ടെമ്പററി ആയിട്ട് അവർക്ക് മസിൽസിന് കൺട്രാക്ട് ചെയ്യാൻ അല്ലെ, കുറച്ച് നേരത്തേക്ക് കുറച്ച് ടെമ്പററി ആയിട്ട് പിന്നെ മസിൽസിന് കൺട്രാക്ട് ചെയ്യാനൊന്നും വേണ്ടിയിട്ട് പറ്റില്ല. സോ ആ കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മസിൽ ഫാറ്റീഗ് എന്ന് പറയുന്നത്. ആ ഒരു കണ്ടീഷനെയാണ് എന്ത് പറയുക, മസിൽ ഫാറ്റീഗ് എന്ന് പറയുന്നത്. In human beings, muscles are connected to either bones or to cartilages. മനുഷ്യന്മാരുടെ കേസില് മസിൽസ് കണക്റ്റഡ് ടു ബോൺസ് ആയിട്ടോ അല്ലെങ്കിൽ കാർട്ടിലേജസ് ആയിട്ടോ കണക്ട് ചെയ്തിട്ടുണ്ട്. Diversity of movements are made possible due to the combined action of muscles and bones. Diversity of movements are made possible due to the combined action of muscles and bones. Combined action of muscles-ഉം ബോണും അല്ലെ, നമുക്ക് പല ആക്ഷൻ, നമ്മുടെ മസിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബോൺ അല്ലെ കൈൻ്റെ ഉള്ളിലുള്ള ബോൺ, നമുക്ക് കൈ മടക്കാനും നിവർത്താനും ഒക്കെ മസിൽസും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൈൻ്റെ അടിയിലുള്ള ബോണുകളും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്? നമ്മളുടെ ബിഹൈൻഡ് മൂവ്മെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ മസിൽ ടിഷ്യൂസ് എന്താന്ന് പറഞ്ഞു. മസിൽ ടിഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസിലില് മൈക്രോ ഫിലമെന്റ്സ് ഉണ്ട്, അതിലുള്ള എന്താണ് ആക്ടിൻ മയോസിൻസ് ഒക്കെ മസിൽ ടിഷ്യൂവിൽ ഉണ്ടെന്ന് പറഞ്ഞു. സാധാരണ ബാക്കി ടിഷ്യൂസിന് സെൽസിനെ പോലെ തന്നെ ന്യൂക്ലിയസും ഓൾമോസ്റ്റ് എല്ലാ സെൽ ഓർഗനൽസും ഉള്ള ഒരു സെല്ലാണ് മസിൽ സെൽ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇതിനകത്തുള്ള 2 പ്രോട്ടീൻസ് ഉണ്ട്, ദാറ്റ് ഈസ് ആക്ടിൻ ആൻഡ് മയോസിൻസ്. ഈ ആക്ടിനും മയോസിനുമാണ് മസിലിന്റെ കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ പോസിബിൾ ആക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മസിൽസ് അല്ലെ, സ്കെലറ്റൽ മസിൽസ്, സ്മൂത്ത് മസിൽസ്, കാർഡിയാക് മസിൽസ്, 3 തരം മസിൽസ്. സ്കെലറ്റൽ മസിൽസ് എന്ന് പറയുന്നത് ഫൗണ്ട് അറ്റാച്ച്ഡ് ടു ബോൺസ് ആണ്, ഇത് സ്ട്രയാറ്റഡ് മസിൽസ് ആണ്, സിലിണ്ടറിക്കൽ മസിൽസ് ആണ്, അൺബ്രാഞ്ച്ഡ് മസിൽസ് ആണ്, വോളണ്ടറി മസിൽസ് ആണ്. ആൻഡ് സ്മൂത്ത് മസിൽസ് എന്ന് പറഞ്ഞാൽ വിസറൽ ഓർഗൻസ് അല്ലെ, ഇന്റേണൽ വിസറൽ ഓർഗൻസ്, വേറെ നമ്മുടെ വയറിന്റെ ഒക്കെ ഉള്ളിലുള്ള വിസറൽ ഓർഗൻസിൽ കാണുന്ന
മസിലാണ് സ്മൂത്ത് മസിൽസ്, അതിന്റെ ഷേപ്പ് സ്പിൻഡിൽ ഷേപ്ഡ് ആണ്. ഇത് ഇൻവോളണ്ടറി മസിൽസ് ആണ്. ഇത് അൺസ്ട്രയാറ്റഡ് അല്ലെങ്കിൽ നോൺ സ്ട്രയാറ്റഡ് ആണ്. അത് ഇൻവോളണ്ടറി മസിൽസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ കാർഡിയാക് മസിൽസ് അല്ലെ, ഹൃദയ പേശികളാണ് കാർഡിയാക് മസിൽ എന്ന് പറയുന്നത്. ബ്രാഞ്ച്ഡ് ആണ്, സിലിണ്ട്രിക്കൽ ആണ്, ഇൻവോളണ്ടറി ആണ്, ആൻഡ് വേറെ എന്താണ്, സ്ട്രയാറ്റഡ് മസിൽസുമാണ് കാർഡിയാക് മസിൽസ് എന്ന് നമ്മൾ പറഞ്ഞു. അതന്നെ നമ്മൾ ടേബിൾ ചെയ്തു. പിന്നെ എന്താണ് വോളണ്ടറി ആൻഡ് ഇൻവോളണ്ടറി മസിൽസ് എന്ന് പറഞ്ഞു. വോളണ്ടറി മസിൽസിന്റെ എക്സാമ്പിൾ അല്ലെ, ഹാൻഡ്സിലെയും ലെഗ്സിലെയും ഫേസിലൊക്കെ മസിൽസ്. ഇൻവോളണ്ടറി മസിൽസ് ഈസോഫാഗസ്, സ്റ്റൊമക്ക്, കാർഡിയാക് മസിൽസ് എല്ലാം ഇൻവോളണ്ടറി മസിൽസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് നമ്മൾ രണ്ട് മസിൽസിനെ പറ്റി പറഞ്ഞു, ദാറ്റ് ഈസ് ഫ്ലെക്സർ മസിൽസും എക്സ്റ്റൻസർ മസിൽസും. ഫ്ലെക്സർ മസിൽസിന്റെയും എക്സ്റ്റൻസർ മസിൽസിന്റെയും എന്താണ്, ഒരു അണ്ടഗോണിസ്റ്റിക് ആക്ഷൻ കാരണം അല്ലെ, ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആക്ഷൻ കാരണമാണ് നമുക്ക് കൺട്രാക്ഷൻ, റിലാക്സേഷൻ, മസിൽ കൺട്രാക്ഷനും റിലാക്സേഷനും പോസിബിൾ ആവുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ മസിൽ ഫാറ്റീഗ് എന്താന്ന് പറഞ്ഞു. മസിൽ ഫാറ്റീഗിനകത്ത് എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് പോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ മസിൽസിന് തന്നെ യൂസ് ചെയ്യുന്ന സമയത്ത് അഡിക്വേറ്റ് ആയിട്ടുള്ള ഓക്സിജൻ അവൈലബിൾ അല്ലാത്ത സമയത്ത് മസിൽ ടെമ്പററി ഒന്ന് വീക്ക് ആവുകയും കുറച്ച് സമയത്തേക്ക് നമുക്ക് ലോസ് ദ കപ്പാസിറ്റി ടു കൺട്രാക്ട്, ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മസിൽ ഫാറ്റീഗ് എന്ന് പറയുന്നതെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, നമ്മുടെ ഡൈവേഴ്സ് മൂവ്മെന്റ് പോസിബിൾ ആകുന്നത് മസിൽസിന്റെ കൂടെ ആരും കൂടെ ചേരുമ്പോഴാണെന്ന് പറഞ്ഞു. സ്കെലിറ്റൽ സിസ്റ്റം കൂടെ അല്ലെ, നമുക്ക് എല്ലുകളുടെ ഒരു ഘടനയുണ്ട് അല്ലെ, അസ്ഥിക്കൂടം, ആ ഒരു സിസ്റ്റം കൂടെ ക്ലബ് ചെയ്യുമ്പോഴാണ് നമുക്ക് വെറും, നമ്മൾ ആലോചിച്ചു നോക്കുക, ഈ വെറും അസ്ഥികളില്ലാതെ വെറും മാംസം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ഇന്റഗ്രിറ്റി ഒന്നും കിട്ടില്ല അല്ലെ. എല്ലുകൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് കുറച്ചും കൂടെ, അല്ലെങ്കിൽ ഇത് വെറും എന്താ പറയാ, നിങ്ങൾ ആലോചിച്ചു നിങ്ങൾ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന സമയത്ത് എല്ലില്ലാത്ത കഷ്ണങ്ങളില്ലേ, അതുപോലെ നമുക്കൊരു സ്ട്രക്ചർ കിട്ടും, അപ്പം ഇല്ല. അപ്പൊ മസിൽസും സ്കെലിറ്റനും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ എല്ലാ തരത്തിലുള്ള മൂവ്മെന്റ്സും പോസിബിൾ ആവുന്നത്. അപ്പം സ്കെലിറ്റൽ സിസ്റ്റത്തിനെ പറ്റിയിട്ട് നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.